രണ്ടാം പിണറായി സർക്കാർ അവസാന വർഷത്തിലേക്ക് അടുക്കുകയാണ്. ഇനി ഒരു 1.25 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഒരു സമയത്ത് എത്തുമ്പോൾ സർക്കാരിനെതിരെ സമരം ശക്തമാക്കി രംഗത്തെത്തുകയാണ് തൊഴിലാളി സംഘടനകൾ. പ്രതിപക്ഷ സംഘടനകൾ മാത്രമല്ല ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രംഗത്തെത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഭരണാനുകൂല സംഘടനയായ AITUCയും പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് സർക്കാരിനെ ഉറപ്പായും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് AITUC സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ്. 1 ലക്ഷം പേർ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് AITUC അവകാശപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെയും ഈ പ്രതിഷേധത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട്. തൊഴിലാളി മേഖലയിലടക്കം സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും പാലിക്കപ്പെട്ടില്ലെന്ന വിമർശനം ഭരണപക്ഷത്തുമുണ്ട്. ഇടതു സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാണെന്നും ഈ മേഖലയിൽ വലിയ തോതിൽ തൊഴിൽ നഷ്ടമുണ്ടായെന്നും AITUC ആരോപിക്കുന്നു. AITUCയുടെ നേതൃത്വത്തിൽ എല്ലാ മേഖലകളിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭം നടത്തണം. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 4 മാസമായി എറണാകുളത്ത് സമരപ്രഖ്യാപന കൺവെൻഷൻ ഓഗസ്റ്റിൽ നടത്തി. തുടർന്ന് 4 മാസം നല്ലവണ്ണം ക്യാമ്പയിൻ സ്റ്റേറ്റ് വൈഡ് എല്ലാ മേഖലയിലും നടത്തി. 2 ജാഥകൾ വളരെ വിജയകരമായി നടത്തിയതിനു ശേഷമാണ് 17-ാം തീയതി വളരെ വിപുലമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് മുതൽ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ മേഖലയിൽ നിന്നുള്ള തൊഴിലാളികൾ ആയിരക്കണക്കിന് ഇവിടെ എത്തിച്ചേരും. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളും കശുവണ്ടി ഫാക്ടറികളും ഏറ്റെടുക്കണം. മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കണം. മിനിമം വേതനം 20,000 രൂപയാക്കണം. തുടങ്ങി ആവശ്യങ്ങളുടെ വലിയൊരു പട്ടിക സമരക്കാർ സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നു. തൊഴിലാളി പ്രശ്നങ്ങളിൽ വിവേചനം അവസാനിപ്പിക്കണമെന്നും തൊഴിൽ മണിക്കൂറുകൾ കൂട്ടാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും കേന്ദ്രത്തോടും ആവശ്യമുണ്ട്. പ്രതിപക്ഷ സംഘടനകൾക്ക് പുറമെ ഭരണപക്ഷ സംഘടനകളും സർക്കാരിനെതിരെ വൻ സമരങ്ങളുമായി രംഗത്തു വരുന്നത് പിണറായി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിയിരുന്നു. 22-ന് പ്രതിപക്ഷ സംഘടനയായ സെറ്റോയുടെ നേതൃത്വത്തിൽ അധ്യാപകരും ജീവനക്കാരും സംസ്ഥാനത്ത് പണിമുടക്കുകയാണ്. അന്നുതന്നെ സൂചനാ പണിമുടക്കിന് ജോയിന്റ് കൌൺസിലും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ചുമട്ടുതൊഴിലാളി നിയമം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കേരള സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിലുള്ള ജാഥകൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും കാഞ്ഞങ്ങാട് നിന്നും തുടങ്ങിയ 2 ജാഥകളും തിങ്കളാഴ്ച തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് തൊഴിലാളി പ്രകടനത്തോടെ സമാപിക്കും. CK മണിശങ്കർ, MA ഇക്ബാൽ, KC രാജഗോപാൽ, കോശി അലക്സ്, MA രാജഗോപാൽ തുടങ്ങിയവർ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ വ്യാഴാഴ്ച ആലപ്പുഴയും വെള്ളിയാഴ്ച എറണാകുളവും വഴിയാണ് സഞ്ചരിക്കുന്നത്.